Hello, good afternoon. Good afternoon. Okay. Okay. കഴിഞ്ഞ ദിവസം നമ്മള് എടുത്ത ലബോറട്ടറി സർവീസസിന്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടായോ? ആൻസർ ചെയ്യാനുണ്ടായോ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ ഏത് ചാപ്റ്ററാണ് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞേ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്തൊക്കെ സേവനങ്ങളാ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസില്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ. എല്ലാ ഹോസ്പിറ്റൽസിലും അവിടുത്തെ എന്താ പറയാ ലിനൻസ്, സ്റ്റാഫ് യൂണിഫോംസ്, പിന്നെ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അതായത് ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ്, കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വേണം പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ കൊടുക്കാനായിട്ടൊക്കെ. സ്റ്റാഫിന്റെ യൂണിഫോം ആയാലും പേഷ്യൻസിൻ്റെതായാലും ലാബിൽ ഉപയോഗിക്കുന്ന കോട്ടുകളായാലും ഇതെല്ലാം തന്നെ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ഫ്രം ടൈം ടു ടൈം. എല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. പിന്നെ ഇനി ഇഫ് നെസസറി ടൈലറിംഗ് സർവീസസ് ആർ ആൾസോ ഇൻക്ലൂഡഡ് അല്ലെ. ഇത് ചിലപ്പോൾ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെയോ അല്ലെങ്കിൽ സ്റ്റാഫ്സിന്റെ കോട്ടുകളുടെയോ അല്ലെങ്കിൽ അവരുടെ യൂണിഫോംസിന്റെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ചെറിയ എന്താ പറയാ എന്തെങ്കിലും റിപ്പയർമെന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, സ്റ്റിച്ചൊക്കെ വിട്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ടൈലറിംഗ് സർവീസസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ ബ്ലഡ് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് വേണം അടുത്ത നെക്സ്റ്റ് യൂസിൽ അത് കൊടുക്കാനായിട്ട്. അപ്പൊ ബ്ലഡ്, യൂറിൻ, അതുപോലെ തന്നെ ഫേസസ്, അതൊക്കെ ബിഫോർ യൂസിങ് ഫോർ ദ നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വളരെ ക്ലീൻ ആയിട്ട് തന്നെ എന്താ പറയാ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാഷിംഗ് മെഷീനിലും പിന്നെ അവസാനം അത് ഡ്രൈ ചെയ്തും ഒക്കെയാണ് അത് സൂക്ഷിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അതാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ചെയ്യാം എന്നുള്ളത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് ഐറ്റംസ് എന്തൊക്കെയാണ്? ബെഡ് ഷീറ്റ്സ്, ടവൽസ്, ബെഡ് കവർ, പിന്നെ മാട്രസ്, ബ്ലാങ്കറ്റ്, സ്ക്രീൻ കർട്ടൻസ്, പിന്നെ ഡോക്ടേഴ്സിന്റെ കോട്ട്, ടേബിൾ കവർ, ഇതൊക്കെ അതിനകത്ത് അവരുടെ ആ ഒരു ക്ലോത്തിങ് ഐറ്റംസിനകത്ത് പെടും. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ, അതായത് എന്താ പറയാ അധികം താമസിക്കാതെ, ഡിലേ വരുത്താതെ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ അതാത് സ്ഥലങ്ങളിലേക്കോ ഒക്കെ എത്തിക്കുക എന്നുള്ളത് ഡ്യൂട്ടിയാണ്. പിന്നെ അവരുടെ ലോണ്ടറിയുടെ ലിനൻ സർവീസസിന്റെ ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. നമ്മള് മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ലോണ്ടറിയിൽ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ അവര് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഒരു ഹോസ്പിറ്റലിൽ എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ വരിക എന്നുള്ളത്. പിന്നെ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്, എന്തൊക്കെ സ്ഥലങ്ങളാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും, അവരുടെ ലോണ്ടറിയിൽ ഉപയോഗിക്കേണ്ട മെഷീൻസ് ഒക്കെ എങ്ങനെയൊക്കെ സജ്ജീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ലോണ്ടറി സർവീസസിന്റെ ഇമ്പോർട്ടൻസിന്റെ ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് കൊണ്ടുള്ള അതിന്റെ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് അതിനുള്ളത് എന്നുള്ള കാര്യങ്ങള്. പിന്നെ എന്താ പഠിച്ചത്? പിന്നെ സോയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ, ഹോസ്പിറ്റലിലെ ലിനന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നെ സോയിൽഡ് ആയിട്ടുള്ള ലിനൻസ് എങ്ങനെ പ്രോസസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ആ ഒരു എന്താ പറയാ പ്രോസസ്സിങ് ആ ഒരു മെത്തേഡ്, ഒരു ഫ്ലോ ചാർട്ട് പോലെ നമ്മളിങ്ങനെ കണ്ടു. അതിനുശേഷം എക്യുപ്മെന്റുകളൊക്കെ ഏതൊക്കെ തരത്തിലുള്ള എന്താ പറയാ ലോണ്ടറീസ് ആണ് കളക്ട് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറീസ് കളക്ട് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ളതാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ചിട്ടാണ് അതിന്റെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം.
പിന്നെ ഇവിടെ ഫേസ് ചെയ്യുന്ന ലോണ്ടറി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് ഇതിനകത്ത് വന്നത്. ഇതിനകത്ത് ഇനി പോകെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷന്റെ ആവശ്യമുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പറയാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. അത്ര വലിയ ചാപ്റ്റർ ഒന്നുമല്ല, ഒരു 3-4 പേജൊക്കെ ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റെഡിയാണോ? ഓക്കെ, റെഡിയാണെന്ന് പറയുന്നത് ജാസ്മിൻ മാത്രം പറയണമെന്നില്ല, ബാക്കിയുള്ളവരൊക്കെ റെഡിയല്ലാന്ന് തോന്നുന്നു. റെഡി അല്ലാഞ്ഞിട്ടാണോ? ആ, റെഡിയാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. ഒന്നാമത്തേത്, dash department at hospitals dash department at hospitals are responsible for dash department in hospitals are responsible for maintaining neatness of linens, staff uniforms, lab coats, etc., to meet the needs of patient and staff. To meet the needs of patient and staff. To meet the needs of patient and staff. Another question. Blood, comma, urine, comma, faces, FAECES, faces, etc. are examples of dash. Blood, urine, faces, etc. are examples of dash. Next one. Which are the textiles used in hospitals? Which are the textiles used in hospitals? Next one. Which are the process included in hospital laundry service? Which are the process included in hospital laundry services? എന്തൊക്കെ പ്രോസസ്സാണ് ഹോസ്പിറ്റലിലെ ലോണ്ടറി പ്രോസസ്സിനകത്ത് പെട്ടിരിക്കുന്നത്? അവിടെ ഉണ്ടത്. നെക്സ്റ്റ് വൺ. Which of the following are the objectives of laundry and linen services? Which of the following are the objectives of laundry and linen services? Option A, retain a comfortable and safe environment. Retain a comfortable and safe environment. Retain a comfortable and safe environment. Option B, provide constant supply of qualitative linen. Provide constant supply of qualitative linen.
Option C, control hospital infections and quality of care. Control hospital infections and quality of care. Option C, control hospital infections and quality of care. And option D, all the three. All the three. Option D, all the three. Next question. Which are the processes included in soiled linen? Which are the processes included in soiled linen? Soiled linen process ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ്. Next one. The laundry should be located. The laundry should be located in an area that has dash. In an area that has dash. Next one. Which of the following is not needed for the location of laundry? താഴെ പറയുന്നതിൽ ഏതാണ് ലോണ്ടറിക്ക് ആവശ്യമില്ലാത്തൊരു ലൊക്കേഷൻ? ഓപ്ഷൻ എ, സഫിഷ്യന്റ് പവർ സപ്ലൈ. ആവശ്യത്തിന് എന്താ പറയുക, പവർ, അതായത് ഇലക്ട്രിസിറ്റിയോ എന്താണെന്ന് വെച്ചാൽ വേണ്ടേ, ആവശ്യമുള്ള ആണോ നോക്കുക. ലോണ്ടറിക്ക് അത് ആവശ്യമാണോ നോക്കുക. സഫിഷ്യന്റ് പവർ സപ്ലൈ, ഓപ്ഷൻ ബി, sufficient quantity of steam. ആവശ്യത്തിന് അറിയാ സ്റ്റീം ആവശ്യമാണ്, അത് വേണോ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. ഓപ്ഷൻ സി, correct temperature. Option C, correct temperature. And option D, none of the above. ഇതൊന്നുമല്ല. എത്തരം സാഹചര്യങ്ങളിൽ ലൊക്കേഷൻ ആണ് ഒരു ലോണ്ടറി എന്റെ അടുത്ത് തന്നെ വേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വേണ്ടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? An efficient and effective linen and laundry service can increase patient experience
An efficient and effective linen and laundry can increase patient experience and reduce the danger of dash. And reduce the danger of an efficient and effective linen. Efficient and effective linen and laundry services can increase patient experience. Can increase patient experience and reduce the danger of dash. And reduce the danger of dash. Next one. What are the importance of laundry services in hospital? Laundry services in hospital. Laundry services in hospital. Next one. Dash service has been established as the best method for washing linen. Best method for washing linen. Best method of washing linen. Next one. Which are the problems? Which are the problems of laundry departments? Problems of laundry departments. Okay, aത്രയും questions and answer ഉണ്ടോ നോക്ക്. അതിനെങ്കിലും പറഞ്ഞോ. എഴുതിക്കഴിഞ്ഞവര് പറഞ്ഞോ കേട്ടാ. എല്ലാവരും അല്ലെങ്കിൽ നമുക്ക് വായിക്കാം. ജസ്മിന്റെ കഴിഞ്ഞു. ബാക്കിയുള്ളവരോ? ഓക്കെ, അപ്പൊ വായിച്ചോ. ആദ്യത്തെ ആളൊന്ന് വായിച്ചോന്നാ. Dash department at hospitals are responsible for maintaining neatness, linen, staff uniforms, lab coat, etc. to meet the needs of patient and staff. Laundry department. അതിന്റെ മുമ്പിൽ ഒരു ജെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതില്ലട്ടാ ആശരൂല എന്താ ജെ ഓ അങ്ങനെ എന്തൊട്ട് ടൈപ്പ് ചെയ്തത് അത് ഞാൻ പറയാൻ പറഞ്ഞു അല്ലെ. ഓൾഡാന്ന് തുടങ്ങിയുള്ളൂ ക്വസ്റ്റ്യൻ. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. Blood, urine, feces, etc. are examples of linen. Answer linen. Answer linen. Linen ആണോ? അയ്യോ, ബ്ലഡ്, ബോഡി, സോറി എന്താണ്, ഫേസസ്, അതുപോലെ തന്നെ എന്താ പറയാ യൂറിൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എന്തിന് എക്സാമ്പിൾ ആണ്? വേറെ ആരെങ്കിലും? ബോഡി ഫ്ലൂയിഡ്സ് ആണ് കേട്ടോ. അത് ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ട ചില സാധനങ്ങളൊക്കെയാണ്. യൂറിൻ, ഫേസസ് ഒക്കെ ശരീരത്തിന് ആവശ്യമില്ല, അതൊക്കെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ടത്. ബ്ലഡ് ആവശ്യത്തിനും ഇല്ലാതെയും ഒക്കെ ഉണ്ടല്ലോ അല്ലെ, അത് പുറത്തേക്ക് വരുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അവിടെ പറഞ്ഞേക്കണോക്കെ
with the linen which got stained from various body fluids. That is ഒരു എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എന്നാൽ അതായത് ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബ്ലഡ്, യൂറിൻ, ഫേസസ് എക്സെട്ര. അത് നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ തുഷാര. Which are the textiles used in hospital? Dress, bed cover, bed sheet, towel, blanket, screen, curtain. ഡോക്ടർ കോട്ട്, ടേബിൾ കവർ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വരെ ഉണ്ട്. മാട്രസ്, ബെഡ് കവർ, ബെഡ്ഷീറ്റ്, ടവൽ, ബ്ലാങ്കറ്റ്, സ്ക്രീൻ കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ, ഇതെല്ലാം ആണ് കേട്ടോ. അതെല്ലാം എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ. Which are the process included in a hospital laundry services? Clean, ambulance, timely supply of പ്രോസസ്സുകളാണ് ചോദിക്കുന്നത്. അതായത് എന്തൊക്കെ പ്രോസസ്സ് അവിടെ നടക്കേണ്ടത്. ക്ലീനിങ് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഡ്യൂട്ടി ആണത്. അതായത് ഫംഗ്ഷനിങ് ആണ്. ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ ആണ് ആ പറഞ്ഞ ക്ലീനിങ് ഒക്കെ അല്ലെ. അതല്ലാതെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്? വേറെ മാറ്റി എഴുതിയുണ്ടോ? വേറെ ക്വസ്റ്റ്യന്റെ ആൻസർ വേറെ എഴുതിയുണ്ടോ? Sorting, ironing, folding, mending and delivering. ഇത്രയുമാണ് കേട്ടോ. അതായത് തരംതിരിക്കണം, മനസ്സിലായി. മറ്റേത് അവർ ചെയ്യുന്ന പ്രവർത്തികൾ. അതുകൂടാതെ അതിനകത്ത് വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കണേ. കൊണ്ടുവരുന്ന എല്ലാ ലിനൻസും ക്ലോത്ത്സും കോട്ട്സും ഒക്കെ കൊണ്ടുവന്ന് കൂട്ടക്കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇതിൽ നിന്ന് പല രീതിയിൽ അതിനെ സോർട്ട് ചെയ്യണം. ബോഡി ഫ്ലൂയിഡ്സ് ഉള്ളത്, ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ളത്, അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്, അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഭയങ്കര ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ തരംതിരിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം അത് വാഷ് ചെയ്യണം, അതിന് എക്സ്ട്രാക്ട് ചെയ്യണം, പേജൊക്കെ മാറ്റണം, ഡ്രൈ ചെയ്യണം, ഉണക്കണം, അയേൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്യണം, അതുപോലെ തന്നെ മെൻഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തുന്നാനോ പിടിക്കാനൊക്കെ ആണെങ്കിൽ അതും ചെയ്യണം. അവസാനം അത് ഡെലിവറി ചെയ്യണം. ഈ പ്രൊസീജിയറുകളൊക്കെ ഇതിനകത്ത് നടക്കുന്നതാണ്. നെക്സ്റ്റ് വൺ. അടുത്തത് സുമിത്ര വായിച്ചിട്ടില്ലല്ലോ, വായിച്ചേ. Which of the following are the objectives of laundry and linen service? All the three അല്ലേ? All the three ആണ്. അതെ, എല്ലാരും ഉണ്ട്. അതായത് കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയായിട്ടും കംഫർട്ടബിൾ ആയിട്ടും സേഫ് ആയിട്ടും വെക്കുക എന്നുള്ളത് പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും വേണ്ടി. പിന്നെ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലൈൻ, നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നല്ല വൃത്തിയാക്കിയ ശുചിയാക്കിയ വൃത്തിയുള്ള മനോഹരമായ ലിനൻസ് ഒക്കെ കൃത്യമായിട്ട് സമയങ്ങളിൽ കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യുക. പിന്നെ കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനൊക്കെ ഒരു പരിധി വരെ തടയുക, ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതൊക്കെ. ഇതൊക്കെ അതിൻ്റെ അകത്ത് എല്ലാം അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ all three. അടുത്ത ക്വസ്റ്റ്യൻ ജാസ്മിൻ. Which are the process included in soiled linen? Sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, and folding. ഓക്കെ, ഇതൊക്കെയാണ് സോയിൽഡ് ലിനന്റെ പ്രോസസ്സിൽ വരുന്നത്. ഇതൊക്കെ പറയുന്നതാണ്. സോർട്ടിങ്, സ്ലൂയിസിങ്, ഡിസിൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The laundry should be located in an area that has sufficient daylight and natural ventilation. അതെ, നാച്ചുറൽ വെന്റിലേഷനോ സഫീഷ്യന്റ് ആയിട്ടുള്ള വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത്, അതായത് വെറുതെ വെളിച്ചമല്ല, കുറച്ച് നാച്ചുറൽ വെളിച്ചം, ഡേ ലൈറ്റ്, പകൽ വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following is not needed for the location of laundry? Sufficient power supply, sufficient quantity of steam, correct temperature. None of the above. ഇതൊന്നുമല്ല. കാരണം ഇതെല്ലാം ആവശ്യമുണ്ട് അല്ലെ. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ലോണ്ടറി ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ലോണ്ടറി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യത്തിന് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് സ്റ്റീം, അത് ഉണക്കാനും അല്ലെങ്കിൽ ചില പൊക്കയൊക്കെ വേണ്ടി വരുമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ഇറ്റ് ഈസ് ടു നോട്ട് മച്ച്, എന്താ പറയാ, കൂടുതൽ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലും ആകാൻ പാടില്ല, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പൊ ഒരു ശരാശരി ഒരു ഊഷ്മാവിലുള്ള സ്ഥലത്തായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ലോണ്ടറിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അടുത്തത്
അടുത്താരാ? An ഇല്ല, ഇത് efficient and effective and laundry service can increase the patient experience and reduce the danger of dash cross contamination. അതെ, ക്രോസ് കണ്ടാമിനേഷൻ, അതായത് ബാക്ടീരിയാസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ, അതിന്റെ അപകടം അതിനെ ഇല്ലാതാക്കാൻ ഒക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലോണ്ടറി സേവനങ്ങൾ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. ക്രോസ് കണ്ടാമിനേഷൻ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. What is the important? What is the important laundry service in hospital? Preventing transmission of the infection, patient comfort and satisfaction, aesthetic value, positive public image. അതെ, അതായത് ഇൻഫെക്ഷൻ ഒരു പരിധി വരെ തടയണം, പേഷ്യന്റിന്റെ കംഫർട്ടും അവരുടെ സാറ്റിസ്ഫാക്ഷനും, എസ്തെറ്റിക് വാല്യൂ എന്ന് വെച്ചാൽ ഒരു സൗന്ദര്യാത്മകമായിട്ടൊരു ലുക്ക് കൊടുക്കണം. മനസ്സിലായില്ല? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നിൽപ്പെട്ടതാണ് അവിടുത്തെ അവർ യൂസ് ചെയ്യുന്ന നമ്മളുടെ പേഷ്യൻസ് മാത്രമല്ല ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഇട്ടിരിക്കുന്ന അവരുടെ കോട്ടുകളും അതൊക്കെ വളരെ ഒരു വൃത്തിയും അതുപോലെ തന്നെ കാണാൻ ഒരു ലുക്കുള്ളതൊക്കെ ആയിരിക്കണം എന്ന്. അതിലൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്ത ആളുകൾ, പേഷ്യൻസ് ഒക്കെ വരുന്നവരൊക്കെ. അപ്പൊ മാത്രമല്ല ഒരു പോസിറ്റീവ് ഇമേജ് ആയിരിക്കണം, നല്ലൊരു ഗുഡ് വാല്യൂ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് വൺ. Dash service has been established as the best method for washing linen. Mechanized laundry services. Okay. തീർന്നോ? ഒരു ക്വസ്റ്റ്യൻ പറയേ, പറഞ്ഞ കൂടി ഉണ്ടെന്ത് കഴിഞ്ഞാണ് പറഞ്ഞത്. Which are the problems of laundry department? അതെനിക്ക് കിട്ടിയില്ല. ഏതാ? അതെനിക്ക് അറിയത്തില്ല. Which are the problems? Laundry department. Laundry departmentന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാ? എന്താണ് ലോണ്ടറി ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത്? അവിടെ ഉണ്ടല്ലോ, ലോട്ട് ഓഫ് ലേബർ, ഒരുപാട് പണിയുണ്ട് അല്ലെ? ഈ പറയുന്ന സാധനങ്ങളൊക്കെ മുഴുവനും കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതൊക്കെ സോർട്ട് ചെയ്യണം. അതിൽ നിന്ന് എന്താ പറയാ, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വന്നിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻസ് മാറ്റണം. അതിനുള്ള സൊല്യൂഷൻസിലൊക്കെ മുക്കി വെച്ചിട്ട് അത് ചെയ്യണം. അതിനെയൊക്കെ എന്താ പറയാ എക്സ്ട്രാക്ട് ചെയ്യണം, അതൊക്കെ വാഷ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അതിനുശേഷം അതൊക്കെ ഡ്രൈ ചെയ്യണം, അയൺ ചെയ്യണം, ഫോൾഡ് ചെയ്യണം. ഒരുപാട് പ്രോസസ്സാണ്. ജോലി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഈ പ്രോസസ്സിങ് കൂടുതലുള്ളതുകൊണ്ട് ഒത്തിരി ജോലിയുണ്ട് അതിനകത്ത്. പിന്നെ എന്താ ഉള്ളത്, അഡ്വാൻസ്ഡ് മെഷീൻസ് ഉപയോഗിക്കേണ്ടി വരും അല്ലെ? പുതിയ പുതിയ ടെക്നിക്കലായിട്ട് വരുന്ന ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ജോലികൾക്കും വേണ്ട മെഷീൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ വാങ്ങി വെക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് കോസ്റ്റ്ലിയുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അതുപോലെ മെഷീൻസ് മാത്രമല്ല മെറ്റീരിയൽസും ഒരുപാട് പുതിയ പുതിയ വസ്തുക്കൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അതിന് കൂടുതൽ പൈസ ചെലവാകും, ഭയങ്കര ചെലവേറിയതാണ്. ഇതൊക്കെ ലോണ്ടറി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളാണ്, ചില പ്രോബ്ലംസ് ആണ്. അത്രയല്ലേ ഉണ്ടായുള്ളൂ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which are the factors to be considered? Which are the factors to be considered while selecting a laundry service? While selecting a laundry service. ലോണ്ടറി സർവീസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? Next one. More effective solution improved quality care, are the advantages of
dash services in laundry. Next one. Curtains. Another question. Curtains, screen, tablecloth, etc. Are included in dash linen. Next one. Which are the linens used in OT? Operation theatre, OT, labor room, procedure room. Next one, expand PPE. Next one, infected or tainted linen should be kept in bleaching solution. Infected or tainted linen should be kept in bleaching solution for dash. Before washing. കഴുകുന്നതിന് മുമ്പ് എത്ര സമയം ബ്ലീച്ചിങ് സൊല്യൂഷനിൽ വെക്കണം എന്നുണ്ട്. അതായത് സമയമാണെന്നാണ് ചോദ്യം. അതിന്റെ അവിടെ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എഴുതാം. അടുത്തത് നെക്സ്റ്റ് വൺ. Dash linen should be shifted, transported on a clean trolley to various areas. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് ഒരു പ്രോസസ്സിംഗ് സോയിൽഡ് ലിനൻ പ്രോസസ് ചെയ്യുന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ്. അപ്പൊ ആ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാമെന്നറിയാമോ? ആ ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെ തന്നിട്ട് അതിനകത്തത് ഏതെങ്കിലും ഒരു സംഭവം, ആ ഫ്ലോ എങ്ങനെയെന്ന് അറിയാലോ അല്ലെ? സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, പിന്നെ വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്, പിന്നെ സോർട്ടിങ്, അങ്ങനെ വീണ്ടും അങ്ങനെ പോകും. സോർട്ടിങ്, സ്ലൂയിസിങ്, ഡിസ്ഇൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫ്ലോറിങ്, പിന്നെ വീണ്ടും സോർട്ടിങ്, അങ്ങനെ പോകും. അപ്പൊ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണൊക്കെ വിട്ടുപോയിട്ട് ആ വിട്ടുപോയ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുക. അതിനകത്ത് വിട്ടുപോയ ആ ഒരു ചെയിൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് മിസ്സായേക്കണത് ഏതാണോ അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഒരു ഫോർമാറ്റ് പറയുന്നില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമല്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം, അങ്ങനെ ആയിരിക്കും വരിക. നെക്സ്റ്റ് വൺ. Which are the commonly used equipments in a laundry? Which are the commonly used equipments in a laundry? Which are the commonly used equipments in a laundry?
dash handling is very vital. Dash handling is very vital. Vital means important. Vital for the safety and well-being of patients and staff. Okay, അതിന്റെ ഉത്തരങ്ങൾ വേഗം ഒന്ന് പറഞ്ഞേ. ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം 2 പേജ് കൂടെ ഉള്ളൂ. വേഗം പറഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്ത് കൂടി ക്വസ്റ്റ്യൻസ് എഴുതാം. Which are the factors ആ considered while selecting a laundry service? ഏതൊക്കെയാണ്? Service quality, reputation of the service, price. അതെ, സർവീസ് ക്വാളിറ്റി, അവിടുത്തെ കൊടുക്കുന്ന സർവീസ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്. റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ് നൽകുന്നതിന്റെ ആ ഒരു പദവി, അതിന്റെ റെപ്യൂട്ടേഷൻ. പ്രൈസിങ് എക്യുപ്മെന്റ്, അവിടുത്തെ എക്യുപ്മെന്റുകളുടെ വില, യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകളുടെ വില, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ലോണ്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് മുന്നിൽ കാണുന്നതാണ്. സർവീസ് ക്വാളിറ്റി, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, പ്രൈസിങ് എക്യുപ്മെന്റ് യൂസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. More cost-effective solution, improve quality of care. Are the dash of advantage of dash services. Outsourcing service. അതെ, ഔട്ട്സോഴ്സിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Curtains, screen, table, cloth are included in dash linen, general purpose linen. ജനറൽ പർപ്പസ് ലൈനിൽ പെടുന്നതാണ് കർട്ടനും സ്ക്രീൻസും അതുപോലെ ടേബിൾ ക്ലോത്ത്സും ഒക്കെ. നെക്സ്റ്റ്. Which are the linen used in OT, labor room, procedure room? Surgical gown, scrub suit, gown cap. ഓക്കെ, അതന്നെയാണ്. സർജിക്കൽ ഗൗൺ, സ്ക്രബ് സ്യൂട്ട്സ്, അതുപോലെ തന്നെ ഗൗൺ ക്യാപ്പ്. നെക്സ്റ്റ്. Expand PPE. PPE എന്താണ്? Personal protective equipment. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ. അടുത്ത ആള് വായിക്കാര് ആരാ? ഇപ്പൊ വായിച്ചത് ജാസ്മിനാണ്. അടുത്ത ആള് വേഗം വായിച്ചോ. ഇൻഫെക്റ്റഡ് ഓർ ടൈൻറ്റഡ് ലിനൻ അല്ലേ? അതല്ലേ? Linen should be kept in bleaching solution for dash before washing. 30 minutes. 30 minutes ആണ്. ഓക്കെ, 30 മിനിറ്റോളം ബ്ലീച്ചിങ് സൊല്യൂഷനിൽ മുക്കി വെക്കണം. അതിനുശേഷം വാട്ടറും ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകണം എന്നാണ്. അത് നമ്മൾ ചുരുക്കിയതാണ്. വാട്ടർ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകണം തന്നെയാണ്. നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് സൊല്യൂഷനിൽ മുക്കി 30 മിനിറ്റോളം വെക്കണം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, ടൈൻറ്റഡ് ആയിട്ടുള്ള ലിനൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash linen should be shifted, transported on a clean trolley to various areas. Clean linen. ക്ലീൻഡ് ലിനൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ചാർട്ടാണ്. ചാർട്ട് പഠിക്കണം നിങ്ങള്. അടുത്തത് ഇല്ലേ? ആൾക്കാരില്ലേ? പോയാ? Which are the commonly used equipments in laundry? ലോണ്ടറിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെഷീൻസ് ഏതൊക്കെയാണെന്ന്? Washing machine, Dryer. Washing machine, air compressor, steam machine, etc. അല്ലേ? വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, പിന്നെ എയർ കംപ്രസർ, സൂയിങ് മെഷീൻ അല്ലെ? തയ്ക്കാനൊക്കെ വേണ്ടി ഒരു നമ്മൾ പറഞ്ഞല്ലോ, ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ വല്ല കീറിപ്പോക്കോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ടി വരും. നെക്സ്റ്റ് വൺ. Dash handling is a very vital for the safety and well-being of patient and staff. Soiled or contaminated laundry. Soiled or contaminated laundry അല്ലേ? സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അവിടെയുള്ള ജോലിക്കാര് അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ അവരെയൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അവരുടെ വെൽബീയിങ് കൂടി മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എടുക്കേണ്ട സ്റ്റെപ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കൊന്ന കുറച്ചുള്ളൂ, ഇനി അധികമില്ല. Which are the classifications of laundry?
which are the classifications of laundry? ഏതൊക്കെ തരത്തിലുള്ള laundry ഉണ്ടെന്നാണ്. Classifications of laundry. Next question. The linen used in operation theaters or surgical procedures. Operation theaters or surgical procedures is called dash. Is called dash. Linen used in operation theaters or surgical procedures is called dash. Next one. The linen which has been contaminated or tainted as they come in contact with blood, body fluids, etc. Blood, body fluids, etc. is called dash. Is called dash. Next one. Washing machines should be sanitized at least once in a day. At least once in a day. At least once in a day. In order to prevent dash. In order to prevent dash. In order to prevent dash. Next one. അടുത്തത് which are the challenges faced by laundry department? Challenges faced by laundry department. Next one. What are the aims of every hospital healthcare environment? Sorry. What are the aims of every healthcare department? Every healthcare department inde aimകൾ എന്താണെന്നാണ്? Next one. What is HAI? What is HAI? Okay, കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാം. പറഞ്ഞോ. Which are the classifications of laundry? Used linen, soiled linen, infected linen, theater linen. അതെ, യൂസ്ഡ്, സോയിൽഡ്, ഇൻഫെക്റ്റഡ്, പിന്നെ തിയേറ്റർ, ഇങ്ങനെ 4 ആയിട്ടാണ് ലിനൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. The linen used in operation theater or surgical procedure is called theater linen. തിയേറ്റർ ലിനൻ, ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്ന ലിനനെ നമ്മൾ തിയേറ്റർ ലിനൻ എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് വൺ.
The linen which has been contaminated or tainted as they come in contact with the blood, body fluids, etc. is called soiled linen. സോയിൽഡ് ലിനൻ ആണ് അല്ലെ. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അത് വീണ് കഴിഞ്ഞാൽ അത് സോയിൽഡ് കേട്ടാ, ചീത്തയായി. അതുകൊണ്ട് അതിനെ സോയിൽഡ് ലിനൻ എന്നാണ് വിളിക്കുക. നെക്സ്റ്റ്, അടുത്തത് ആരാ വായിക്കണേ? പോയാ? വേഗം വായിക്കി, 2-3 കൂടി ഉള്ളൂ. ആരാണ്ട് പോയിട്ടുണ്ട്. അടുത്ത ആള് വായിക്കപ്പോ. യാസ്മിൻ വായിക്കേ. Washing machines should be sanitized at least once in a day in order to prevent a dash cross-contamination. ക്രോസ് കണ്ടാമിനേഷൻ, അതായത് ഈ ബാക്ടീരിയകളൊക്കെ പടരാതിരിക്കാൻ, ഇൻഫെക്ഷൻസ് ഇല്ലാതിരിക്കാനും ഒക്കെ നമ്മള് വാഷിംഗ് മെഷീൻസ് ഒക്കെ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ, ഒരു പ്രാവശ്യമെങ്കിലും. ഒരുപാട് ഇങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവേ. അപ്പൊ അന്ന് തീർന്നു കഴിയുമ്പോ, അന്നത്തെ കഴിഞ്ഞ് കഴിയുമ്പോ എന്തായാലും അന്ന് അതിനെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറ്റി അതിനെ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാൻ. അപ്പൊ വൺസ് ഇൻ എ ഡേ എന്തായാലും അത് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, Which are the challenges faced by the laundry department? Loss of hospital acquired infection, lack of well-defined laundry hygiene process, high cost, breakdown of laundry machines. ഓക്കെ, ഇതൊക്കെ അതിന്റെ ചാലഞ്ചസ് ആണ്. അപ്പൊ അതിനകത്തുനിന്ന് ചിലപ്പോ അതില്ലാത്ത വേറെ ഒരെണ്ണം ചോദിക്കാം, ചിലപ്പോ അതില് എല്ലാം കൂടി പെട്ടതാണ് ഏതാണെന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. What are the aims of every healthcare department? എന്താണ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്? Making sure their patients are comfortable and ultimately that they are safe and healthy. വെരി ഗുഡ്. മേക്കിംഗ് the patients are comfortable. അവരെല്ലാവരും പേഷ്യൻസ് ഒക്കെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മേക്കിംഗ് ഷുവർ that the patients are comfortable. മാത്രമല്ല അൾട്ടിമേറ്റ്ലി that they are safe and healthy. എല്ലാവരും സേഫും ആണ് ഹെൽത്തിയുമാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇത് ആണ് ഏത് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ എയിം എന്ന് പറയുന്നത് അതാണ്. എല്ലാ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെയും നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കുക, അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുക, മാത്രമല്ല അവർ വളരെയധികം സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ലാസ്റ്റ് വൺ കൂടി ഉണ്ടല്ലോ. What is HAI? HAI എന്താണ്? Hospital acquired infection. നിങ്ങൾ അതിനെ കുറിച്ചുള്ള ചാപ്റ്റർ ഒക്കെ തന്നെ ഉണ്ട് പഠിക്കാനായിട്ട്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. അപ്പോ അതന്നെ ഇപ്പൊ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. ചെറിയ ചാപ്റ്റർ ആയിരുന്നു. നമ്മൾ ഇന്ന് എഴുതിയ ക്വസ്റ്റ്യൻസ് എന്റെ ആൻസേഴ്സ് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഇതും ഇതുപോലെ തന്നെ സാധാരണ പോലെ നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചിട്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ നോട്ട് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസും കൂടി ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറ്റുമല്ലോ അല്ലെ? പറ്റുമല്ലോ. നമ്മൾ ക്ലാസ് എടുത്തപ്പോ നമ്മൾ എഴുതി വെച്ചേക്കണ ക്വസ്റ്റ്യൻസ് ഇന്ന് 1-2 ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഉണ്ടോ അറിയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. പരീക്ഷാല നമുക്ക് every hospital needs to have 6 sets of linen. നിങ്ങൾക്ക് ഇവിടെ തരുന്ന ക്വസ്റ്റ്യനിൽ പെടാതെയാണോ നമ്മൾ ഈ പറയുന്ന ഇപ്പോഴൊക്കെ തരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ മോക്ക് ടെസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പാടില്ല, അതിനകത്തൊന്നും കൂടി ചോദ്യങ്ങൾ വരും. എവറി ഹോസ്പിറ്റൽ നീഡ്സ് ടു ഹാവ് 6 sets of linen for dash. എല്ലാ ഹോസ്പിറ്റൽസിനും 6 സെറ്റ് ഓഫ് ലിനൻ വേണമെന്ന്. ആ 6 സെറ്റ് ഓഫ് ലിനൻ എന്താണ് ഉദ്ദേശിച്ചേക്കണേ ഇവര്? മൊത്തത്തിൽ ഹോസ്പിറ്റലിലെ 6 സെറ്റ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഓരോ പേഷ്യന്റ് വൈസ് ആണോ, അല്ലെങ്കിൽ വാർഡ് വൈസ് ആണോ? അങ്ങനെ കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായി. എന്താണ് ഇവിടെ ഉദ്ദേശിക്കണേ 6 സെറ്റ് എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ? പേഷ്യന്റ് വൈസ് ആണോ? ബെഡ് വൈസ് ആണ്. ഈച്ച് ബെഡ്, എത്ര ബെഡ് ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ബെഡിന്റെ എണ്ണം നോക്കിയിട്ടാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ചാപ്റ്ററിൽ ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ? ഫാർമസിസ്റ്റുകളുടെ എണ്ണം നിശ്ചയിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് അവിടുത്തെ ബെഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ബെഡിന്റെ സ്ട്രെങ്ത് വരുന്ന പേഷ്യൻസിന് നോക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായോ? അപ്പൊ വരുന്ന പേഷ്യൻസ് എല്ലാവരും തന്നെ ഇൻ പേഷ്യൻസ് ആവാനുള്ളവരാണോ നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ബെഡ് പേഷ്യൻസിന്റെ നമ്പർ അല്ല എടുക്കേണ്ടത്, ബെഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ബെഡ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബെഡിൽ 6 എന്താ പറയാ സെറ്റ് ഓഫ് ലിനൻ ഉണ്ടായിരിക്കണം. അപ്പൊ എത്ര ബെഡ് ഉണ്ടെന്നനുസരിച്ച് അത്രയും ഇൻറ്റു 6 ചെയ്താൽ മതി. ഓക്കെ, എത്ര ബെഡ് ഉണ്ടെന്നനുസരിച്ച്. ഓക്കെ, പിന്നെ അതെന്താ
Linen that comes in contact with workers or individuals can become contaminated with injurious dash and body fluids. എന്തൊക്കെ കൊണ്ട് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടും പിന്നെ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങളാണ് ഈ ജോലിക്കാര് ഇതിങ്ങനെ എടുത്ത് പെരുമാറില്ലേ. അതായത് ലോണ്ടറി ഒക്കെ എടുത്ത് വാഷ് ചെയ്യും, ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ജോലിക്കാർക്കൊക്കെ പല രീതിയിലുള്ള ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെ കാരണങ്ങൾ? ഡിസീസ്, ഇൻഫെക്ഷൻ, മൈക്രോ ഓർഗാനിസംസിനാണ്. ഇതിലേതാ വരിക? ഏതായിരിക്കും? ബോഡി ഫ്ലൂയിഡ്സും പിന്നെ മൈക്രോ ഓർഗാനിസംസ് അല്ലെ? മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ഈ പേഷ്യൻസിനെ ഒന്നും ലോണ്ടറിയിലേക്ക് കൊണ്ടുപോകണില്ല, അവർ ഉപയോഗിക്കുന്ന ലിനൻസും തിങ്സും ഒക്കെയാണ് കൊണ്ടുപോകണേ അല്ലെ, വാഷ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ അത് ക്യാരി ചെയ്യുമ്പോൾ അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ്, അതിസൂക്ഷ്മമായിട്ടുള്ള ബാക്ടീരിയാസ്, ഓർഗാനിസംസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകും. അത് ഇവിടെ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഇവർ അപ്പുറത്തേക്ക്. അതുകൊണ്ടാണ് ഇവരോട് വളരെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി അവര് PPE ഉപയോഗിക്കണം എന്ന് നമ്മൾ ഇഷ്ടംപോലെ അതിനകത്ത് പറയുന്നത്. PPE ഉപയോഗിക്കണം എന്നല്ലേ, അതായത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇവർ ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ട്. അപ്പൊ ഹാൻഡ്സിലൊക്കെ എപ്പോഴും ഗ്ലൗസ് ഉണ്ടായിരിക്കണം. ചിലപ്പോഴൊക്കെ മാസ്കുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ, ഫേസ് മാസ്ക് വെച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ബോഡി ഫ്ലൂയിഡ്സും മൈക്രോ ഓർഗാനിസംസും ആണ് ലിനനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വർക്കേഴ്സിന് പെട്ടെന്ന് കണ്ടാമിനേറ്റഡ്, ക്രോസ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന നോട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകല്ലേ, അതുകൂടി വായിച്ചു നോക്കണേ ഇതിന്റെ കൂടെ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ദിവസം കാണാം. അപ്പൊ ലോണ്ടറി കഴിഞ്ഞു. ഇനി ഏതാ അടുത്ത ചാപ്റ്റർ? ഏതാ റിവൈസ് ചെയ്യണ്ടേ? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ കൂടി അല്ലേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട്. അതിനകത്ത് ഇനി അധികം ഞാനായിട്ട് നിങ്ങൾക്ക് ഇനി പറയേണ്ട കാര്യമില്ല, കാരണം അതിനകത്ത് കൂടുതലും ആ ടേംസ് എന്താ പറയാ കൃത്യമായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാനോ അതിന്റെ സഫിക്സും പ്രിഫിക്സും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. എന്നാൽ നമ്മൾ അടുത്ത ദിവസം അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തതൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. Okay, thank you, teacher. ഓക്കെ, ബൈ. താങ്ക് യു. Thank you.